ഒരു മദറിനെ സംബന്ധിച്ചോളം കുട്ടിക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഫസ്റ്റ് യു ഹാവ് ടു സീ എ പീഡിയാട്രീഷ്യൻ. യൂറിനറി ഇൻഫെക്ഷൻ അഡൽട്ടിലും പീഡിയാട്രിക്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വെറുതെ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊട്ടക്ട് ദ കിഡ്നി. ഫൈനലി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴേക്കും ഒരു 5-6 ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞ് 2-2.5 വയസ്സാകുമ്പോഴായിരിക്കും ബേബി നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും കിഡ്നിയുടെ ഫങ്ഷൻ വല്ലാണ്ട് താഴെ പോയിട്ടുണ്ടാവും. നമ്മൾ പീഡിയാട്രിക്സ് എന്ന് കേട്ടിട്ടുണ്ട്, പീഡിയാട്രിക് സർജനെ പറ്റി കേട്ടിട്ടുണ്ട്. ബട്ട് പീഡിയാട്രിക്സ് യൂറോളജി അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. സോ ഈ ഒരു ഏരിയ അഡ്രസ് ചെയ്യുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും കുട്ടികളിൽ കാണുന്നത് എന്ന് പറയാം. പീഡിയാട്രിക് സർജറിയുടെ തന്നെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ പീഡിയാട്രിക് യൂറോളജി. അപ്പോൾ ബേസിക്കലി ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീനൽ ട്രാക്ട്, അതായത് ജെനിറ്റോ യൂറിനറി ട്രാക്ട് എന്നാണ് ഞങ്ങൾ പറയുക. അതായത് നമ്മുടെ ജെനിറ്റൽ ഓർഗൻസും പിന്നെ നമ്മുടെ യൂറിനറി ട്രാക്റ്റും, അതായത് കിഡ്നി, ബ്ലാഡർ, ഇതെല്ലാം കൂടി ചേരുന്ന ആ ഒരു കണ്ടീഷൻസിനുള്ള ഡെവലപ്മെൻറ്റലായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് കൺജനിറ്റലായിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്, അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ പീഡിയാട്രിക് യൂറോളജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കുട്ടി അമ്മയുടെ യൂട്രസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ യൂറിനറി ട്രാക്റ്റ് ഡെവലപ്പായി വരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന, അതായത് ജന്മനാൽ തന്നെ അത് ഉണ്ടായി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില അനോമലീസ് ഉണ്ട്. അതാണ് അനോമലീസ് എന്ന് വെച്ചാൽ ചില വൈകല്യങ്ങൾ, അതങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ചില കണ്ടീഷൻസ് നമുക്ക് ആക്ച്വലി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള സ്കാനിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ മുതലേ ശരിക്കും നമ്മൾ പീഡിയാട്രിക് യൂറോളജി ഫോളോ അപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഒരു സാധാരണ ഒരു ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ടേമിൽ റീനൽ ട്രാക്റ്റിൽ യൂറിൻ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല, അതെവിടേക്കോ തടസ്സമുണ്ട്. അപ്പോൾ അത് കിഡ്നിയുടെ ഒരു ലെവലിൽ വരാം, നമ്മളിപ്പോൾ ഒരു പെൽവി യൂറിട്രിക് ജംഗ്ഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ ബ്ലാഡറിൻ്റെ ആ ലെവലിൽ വരാം, അതല്ലെങ്കിൽ യൂറിൻ പുറത്തോട്ട് ഒഴിക്കുന്ന സ്ഥലത്ത് ബ്ലോക്ക് വരാം. അപ്പോൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലുള്ള ബ്ലോക്കുകൾ ഡെവലപ്മെൻ്റലി തന്നെ, അതായത് ഉണ്ടായി വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചില ബ്ലോക്കുകൾ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടത്? എല്ലാത്തിനും സർജിക്കൽ കറക്ഷൻ വേണ്ട, ചില കണ്ടീഷൻസിന് മതി. ഇനി ചില കണ്ടീഷൻസ് ഞങ്ങൾ ഫോളോ അപ്പിൽ വെക്കും. അപ്പോൾ ആ കുട്ടികൾക്ക് ചിലപ്പം വലുതായി വരുന്ന സമയത്തായിരിക്കാം ഇതൊരു സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ട ലെവലിലോട്ട് വരുന്നത്. ഹൈഡ്രോനെഫ്രോസിസിനെ പറ്റി പറഞ്ഞു, ഇപ്പം യൂറിൻ കെട്ടി നിൽക്കുന്ന അവസ്ഥ, ഇത് നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ പ്രഗ്നൻസിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഫീറ്റൽ ഇൻ്റർവെൻഷൻ ഡോക്ടേഴ്സ് ഉണ്ട്, ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ചില കണ്ടീഷൻസ് നമുക്ക് ഇൻ്റർവെൻഷൻ വേണ്ടി വരും. അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില പ്രോട്ടോകോൾസും ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അതിൽ നമ്മൾ വരുന്നത് ഈ ഒരു പോസ്റ്റീരിയർ യൂട്രൽ വാൽവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡറിൻ്റെ പുറത്ത് ഉള്ള മൂത്രനാളിയിൽ ബ്ലോക്ക്. അപ്പോൾ ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ 2 കാര്യങ്ങൾ വരും. ഒന്ന്, മദറിൻ്റെ നമ്മുടെ ഈ അമിനോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഒരു നല്ലൊരു ശതമാനം, 75% ഈ ഫീറ്റൽ യൂറിനാണ്. അപ്പോൾ അവിടെ ബ്ലോക്ക് വരുമ്പോൾ വെള്ളം കുറയും. വെള്ളം കുറഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റേതായ ലങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഏർലി ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, മേ ബി ഒരു 2nd ട്രൈമസ്റ്ററിൽ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫീറ്റൽ ഇൻ്റർവെൻഷന് റോളുണ്ട്. ഇപ്പോൾ ബ്ലാഡറിൻ്റെ പുറത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിഡ്നിയും യൂറിൻ കൊണ്ടുവരുന്നത് ബ്ലാഡറിലോട്ടാണ്. അപ്പോൾ ബ്ലാഡറിൻ്റെ പുറത്ത് ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് ബ്ലാഡറിൽ വരും. അത് 2 കിഡ്നിനെ ഈക്വലായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 2 കിഡ്നിയും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൺ കണ്ടീഷൻ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് വരാം. അതുകൊണ്ടാണ് ആ കണ്ടീഷന് മാത്രമാണ് ആൻറ്റിനേറ്റലി നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്യുന്നത്. അത് എല്ലാ പേഷ്യൻറ്റിനും പറ്റില്ല, ചില സ്പെസിഫിക് ക്രൈറ്റീരിയാസ്. ഇതിപ്പം നമ്മൾ ബൈ ബർത്തിന്റെ കാര്യമാണ് പറഞ്ഞത്, അതല്ലാതെ ഗ്രോയിങ് ടൈമിൽ ഇങ്ങനൊരു കണ്ടീഷൻ ഹൈഡ്രോനെഫ്രോസിസോ അങ്ങനെ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ? വരാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആൻറ്റിനേറ്റലി തന്നെ ഉള്ളത് വളരെ ചെറിയ സൈസായിട്ട് ചിലപ്പോൾ സ്കാനിൽ മിസ്സായി പോയിട്ടുണ്ടാവും. മോസ്റ്റ്ലി അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വയറുവേദനയൊക്കെ ആയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പം ഹൈഡ്രോനെഫ്രോസിസ് കണ്ടുപിടിക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അത് വളരെ ചെറുതായിരിക്കും. ചിലപ്പോൾ നല്ലൊരു സ്കാൻ സെൻറ്ററിലല്ല നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം അത് മിസ്സായി പോയിട്ടുണ്ടാവും, ബിക്കോസ് നല്ലൊരു മെഷീൻ അല്ലെങ്കിൽ. എന്നിട്ട് ഡെലിവറിക്ക് ശേഷം നമ്മൾ ബേബീനെ ഫോളോ അപ്പ് ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല, ബേബി നോർമലി ഗ്രോ ചെയ്യുന്നു. ചിലപ്പോൾ പെട്ടെന്നൊരു ഒന്ന് വീണു, അല്ലെങ്കിൽ ഒരു വയറിലൊരു വേദന വന്നു, ചിലപ്പോൾ ഒരു 1 വയസ്സിലോ 2 വയസ്സിലോ നമ്മൾ ചെയ്യുമ്പോൾ ഈ സമയത്ത് നോർമലായിരുന്നത് ചിലപ്പോൾ സ്ലോലി വന്നിട്ട് 2 years ആകുമ്പോഴേക്കും ചിലപ്പോൾ കണ്ടതായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂറിനറി ഇൻഫെക്ഷൻ ചിലപ്പോൾ ഇടയിൽ ഡെവലപ്പ് ചെയ്യും. മോസ്റ്റ്ലി ഇത്
നേരത്തെ തന്നെ ആയിരിക്കും, പക്ഷെ ചില സമയങ്ങളിൽ വളരെ മൈൽഡായിട്ട് ഇരുന്നിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരിക്കാം. കുട്ടികളിൽ എന്തൊക്കെ കണ്ടീഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് കാണുമ്പോഴായിരിക്കും പേരൻസ് അവെയർ ആയിരിക്കേണ്ടത് ഇതൊരു ഡോക്ടറെ കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്? മോസ്റ്റ്ലി ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് എ പീഡിയാട്രീഷ്യൻ. അത് ഇനി എന്താണെങ്കിലും, ഇപ്പോൾ പീഡിയാട്രിക് സബ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെയുള്ള പീഡിയാട്രിക് ന്യൂറോ ആണെങ്കിലും പീഡിയാട്രിക് ഗാസ്ട്രോ ആണെങ്കിലും ഇനി പീഡിയാട്രിക് എൻഡോക്രൈൻ എന്താണെങ്കിലും, ഒരു മദറിനെ സംബന്ധിച്ചോളം കുട്ടിക്ക് എന്ത് ഇഷ്യൂ ഉണ്ടായാലും ഫസ്റ്റ് യു ഹാവ് ടു സീ എ പീഡിയാട്രീഷ്യൻ. ബിക്കോസ് പീഡിയാട്രീഷ്യൻസ് ട്രെയിൻഡ് ആണ് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. എന്നിട്ട് അവർ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും ഏതൊക്കെ ഇതിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. പൊതുവേ ഉള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ പീഡിയാട്രീഷ്യൻസ് തന്നെ കാണിക്കുക. അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് കാണിക്കേണ്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് ഉള്ള ഒരു ബേബിയാണെന്ന് വിചാരിക്കുക. ആ ബേബിക്ക് യൂറിനറി റിലേറ്റഡ് എന്തുണ്ടെങ്കിലും നിങ്ങൾ പീഡിയാട്രീഷ്യനെ പോയി കണ്ടൊരു ആ ടൈം കളഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത് വരേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു നോ ദാറ്റ് ബേബിക്ക് ഒരു ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കിഡ്നിക്ക് ഒരു ബ്ലോക്ക് ഉണ്ട്, നിങ്ങളോട് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും വയറുവേദന വരുന്നു, അല്ലെങ്കിൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റായിട്ട് പീഡിയാട്രിക് യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നാലും ദർ ഇസ് നോ പ്രോബ്ലം, ബിക്കോസ് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ സ്കിൻ ഉണ്ടല്ലോ, ബോയ്സിൻ്റെ സ്കിൻ ആക്ച്വലി അതെല്ലാ മദേഴ്സിനുള്ളൊരു കൺഫ്യൂഷനാണ്. എപ്പോഴാണ് ഇത് റിട്രാക്ട് ചെയ്ത് ക്ലീൻ ആക്കേണ്ടത്? ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ ടിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അതും ഇതുപോലെ ഒരു കണ്ടീഷൻ ഇടയ്ക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് അവർ വരുന്നതാണ്. ബിക്കോസ് യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ സ്കിന്നിൻ്റെ അറ്റത്ത് ഇങ്ങനെ പഴുപ്പും ഇതുപോലെ റെഡ്നെസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതിലൊരു സംശയമുള്ളത് എപ്പോഴാണ് ഈ സ്കിന്ന് നോർമലി റിട്രാക്ട് ചെയ്യുക. അപ്പോൾ അതിലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 to 5 years വരെ മെയിൽസ് ബോയ്സിൻ്റെ സ്കിന്ന് ആക്ച്വലി കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളത് റിട്രാക്ട് ചെയ്ത് ക്ലീൻ ആക്കേണ്ടതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് നേരത്തെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കണ്ടീഷൻ നമ്മുടെ അടുത്ത് വരുന്നത് ഈ ഹോളുണ്ട്, യൂറിൻ ഒഴിക്കുന്ന ഹോൾ ആക്ച്വലി നമ്മുടെ പെനിസിൻ്റെ ടിപ്പിലോട്ട് വരണം. അപ്പോൾ അത് ചില കുട്ടികളിൽ ബാക്കിലോട്ട് വരും, അതായത് ആ ടിപ്പ് വരെ എത്തില്ല. ദാറ്റ് ഈസ് അനദർ കണ്ടീഷൻ വേർ പീഡിയാട്രിക് യൂറോളജിസ്റ്റ് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വരാം, കാരണം ജെനിറ്റൽ അനോമലി ആണ്. അപ്പോൾ അത് നമ്മൾ വന്ന് നോക്കിയിട്ട് അതിലും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, കാരണം അത് ചിലപ്പോൾ പീഡിയാട്രിക് എൻഡോക്രൈനെയും കാണിക്കേണ്ടി വരും, നമ്മളും കാണിക്കേണ്ടി വരും. അത് പക്ഷേ അതെല്ലാം ഒരു ജെനിറ്റൽ ഇഷ്യൂസ് വരും. അതൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി യു ക്യാൻ കം ടു പീഡിയാട്രിക് യൂറോളജിസ്റ്റ്. പിന്നെ അടുത്ത വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് വൃഷ്ണം, അതായത് ടെസ്റ്റിസ് ഇറങ്ങി വരാതിരിക്കുന്നത്. ജന്മനാൽ തന്നെ ഒരു സൈഡിലെ ടെസ്റ്റിസ് ചിലപ്പോൾ ഇറങ്ങി വരില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു എന്താ പറയുക ഒരു പീഡിയാട്രിക് യൂറോളജിസ്റ്റിനെ വന്ന് കാണിക്കാവുന്നതാണ്. ഡോക്ടർ, ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ കുട്ടികൾ പൊതുവെ കാണിക്കുന്ന സിംറ്റംസ് എന്തായിരിക്കും? അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക? പീഡിയാട്രിക് യൂറോളജി കണ്ടീഷൻസിൽ ഒരു വൺ ഓഫ് ദ കോമണസ്റ്റ് പ്രസൻറ്റേഷൻ മോസ്റ്റ്ലി ചിലപ്പോൾ ഉണ്ടാവുക യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ ആൻറ്റിനൈറ്റലി കണ്ടുപിടിക്കുന്ന കണ്ടീഷൻസ് നമുക്കറിയാമല്ലോ, ഓൾറെഡി നമ്മുടെ ബേബിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മളത് അൾട്രാസൗണ്ടിൽ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു. അല്ലാതെ വരുന്ന ഒരു പ്രസൻറ്റേഷനാണ് യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ അത് ഓൾവേസ് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. യൂറിനറി ഇൻഫെക്ഷൻ അഡൽട്ടിലും പീഡിയാട്രിക്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അഡൽട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ പറയുന്ന പോലെ ടോയ്ലറ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ വെള്ളം കൂടി കുറയുന്നു, സ്റ്റോൺസ് വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളുടെ ബേബീസിന്, അതായത് പ്രത്യേകിച്ച് 2 years താഴെയുള്ള ബേബീസ്, അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരിക എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി കെയർഫുള്ളി ഡെൽറ്റ് വിത്ത്. ബിക്കോസ് ഈ യൂറോളജിക്കലായിട്ടുള്ള കൺജനിറ്റലായിട്ടുള്ള കണ്ടീഷൻസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും ഇത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും, പക്ഷേ അത് യൂറിനറി ഇൻഫെക്ഷനായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഭാഗം സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ വെറുതെ അൾട്രാസൗണ്ട് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. അതിൽ ചില ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് മാറുന്നല്ലാതെ, പക്ഷേ ഇപ്പോൾ ഒരു ബേബിയുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രസൻറ്റേഷൻ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അത് മോസ്റ്റ്ലി പനിയായിരിക്കാം. ഇപ്പോൾ വളരെ ചെറിയ ബേബി ആണെങ്കിൽ, ഒരു 1 മാസം 2 മാസമുള്ള ബേബി ആണെങ്കിൽ പുവർ ആക്ടിവിറ്റി ആയിരിക്കും, ചിലപ്പോൾ ലൂസ് മോഷൻ ആയിരിക്കും, വോമിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് യൂറിൻ റുട്ടീൻ, അവർ ചെയ്യും. അപ്പോൾ പനി വരുന്നത് ഒരു 3 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്കാണ് സാധാരണ പനി വരിക. അപ്പോൾ ഫിബ്രൈൽ ആകുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മൂക്കൊലിപ്പോ ജലദോഷമോ ഒന്നും ഇല്ലാതെ വരുന്ന ശക്തമായ പനി വിത്ത് ചെറിയൊരു ചിൽസോ ഉടച്ചിൽ പോലെയൊക്കെ വരുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചില കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്നതായിരിക്കും, അടിവയറ്റിൽ വേദനയായിരിക്കും കുറച്ച് വലിയ കുട്ടിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെയുള്ള സിംറ്റംസ് ആണ് കോമൺ ആയിട്ട് കാണുക. അപ്പോൾ അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് പീഡിയാട്രീഷ്യനെ കണ്ട് നമ്മൾ വെറുതെ പോയി ആൻറ്റിബയോട്ടിക് കഴിക്കരുത്, കാരണം അഡൽട്ട് ആൻറ്റിബയോട്ടിക്സ് അല്ല നമ്മൾ പീഡിയാട്രീഷ്യന് കൊടുക്കുക. ഇൻഫെക്ഷൻ നമ്മൾ വെറുതെ ഒരു യൂറിൻ മാത്രം അടുത്തുള്ള ലാബിൽ പോയിട്ട് റൂട്ടീൻ ചെയ്തു, അതിൽ കുറച്ച് പസിൽസ് കണ്ടു, അപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട്, അങ്ങനെ ചെയ്യരുത്. ഓൾവേസ് പ്രോപ്പർലി കളക്റ്റഡ് സാമ്പിൾ ആയിരിക്കണം.
കൾച്ചറും നമ്മൾ ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ. ഡോക്ടർ, പൊതുവെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പം എല്ലാവരും ജനറൽ ആയിട്ടൊരു ഫിസിഷ്യനോ ആരെങ്കിലും ആയിരിക്കും കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പീഡിയാട്രിക്സിന് റെഫർ ചെയ്യാണോ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കിന് ഡീൽ ചെയ്യേണ്ടത്? കാരണം സിമിലർ ആയിരിക്കും. പനിയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്നില്ല ഇപ്പം ഇതാണോ ഇഷ്യൂ അതോ പനിയാണോ, അപ്പം ഫിഗർ ചെയ്യാൻ പറ്റില്ലല്ലോ ആരെയും കാണേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പനിയിലുള്ള റൂട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം അവർ പീഡിയാട്രിക് യൂറോളജിയുടെ ടെസ്റ്റും ചെയ്യും. അപ്പോൾ യൂറിൻ അതിലൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ പീഡിയാട്രിക് നെഫ്രോം വരും ഇടയ്ക്ക്. കാരണം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് നെഫ്രോളജി കണ്ടീഷൻസ് വരാം. പക്ഷേ ജനറലായിട്ട് പറയുമ്പോൾ ഈ പനി, യൂറിനറി ഇൻഫെക്ഷൻ, ഫൈനലി അതിൻ്റെ ഇവാലുവേഷൻ നമ്മുടെ അടുത്തേക്ക് വരും. അതിൽ നമ്മളിപ്പോൾ അതാണ് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മദേഴ്സിനോട്, ദാറ്റ് ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഒരു റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഈസ് എ പ്രോബ്ലം. ആദ്യത്തെ ഇൻഫെക്ഷൻ നമുക്ക് കുഴപ്പമില്ല, രണ്ടാമതൊരു ഇൻഫെക്ഷൻ ആ കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ലെസ് ദാൻ 2 years വന്നു കഴിഞ്ഞാൽ പ്രോപ്പർലി കൾച്ചർ പ്രൂവൺ ആണ്, നല്ല സാമ്പിൾ കളക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ യൂറിൻ വെറുതെ ഒട്ടിച്ചു വെച്ചെടുത്തു, അപ്പോൾ അവിടെ ഒരു റിപ്പോർട്ട് പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് റുട്ടീൻ നിങ്ങൾക്ക് സാധാ പോലെ എടുക്കാം, പക്ഷേ കൾച്ചർ ഓൾവേസ് ബി കെയർഫുൾ. കാരണം അത് റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അൾട്രാസൗണ്ട് എടുക്കണം. അൾട്രാസൗണ്ട് എടുത്ത് യൂറിനറി ട്രാക്ട് സ്റ്റഡി ചെയ്യണം. അതിലെന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു MCU എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മളൊരു യൂറിൻ തിരിച്ച് കിഡ്നിയിലോട്ട് കയറുന്ന ഒരു കാര്യം, ഈ റിഫ്ലക്സ് കണ്ടീഷൻ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ ഈച്ച് ഇൻഫെക്ഷൻ ക്യാൻ എഫക്ട് ദ കിഡ്നി, പൈലോനെഫ്രൈറ്റിസ് വരാം. അത് മൾട്ടിപ്പിൾ അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ഡാമേജ് ദ ഡെവലപ്പിംഗ് നെഫ്രോൺസ് ആൻഡ് ക്യാൻ റെഡ്യൂസ് ദ ഫങ്ഷൻ ഓഫ് ദ കിഡ്നി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഇമ്പാക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങുന്നത് വളരെ ചെറിയൊരു ഇൻഫെക്ഷൻ ആയിരിക്കും. നിങ്ങൾ വേറെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സൈഡ് അതിനില്ല എന്നോ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫൈനലി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴേക്കും ഒരു 5-6 ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞ് 2-2.5 വയസ്സാകുമ്പോഴായിരിക്കും ബേബി നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും കിഡ്നിയുടെ ഫങ്ഷൻ വല്ലാണ്ട് താഴെ പോയിട്ടുണ്ടാവും. ഡോക്ടർ, ഇപ്പോൾ ഈ ഹൈഡ്രോനെഫ്രോസിസ് അല്ലാതെ വേറെ എന്തൊക്കെ കണ്ടീഷൻസാണ് വരുന്നത്? വേറെ ഫീറ്റൽ കണ്ടീഷൻസ് ഒന്നും ഞാൻ ഈ പറയുന്ന പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ്, അതാണ് ഇതിൽ ഏറ്റവും ഡ്രെഡഡ് ആയിട്ടുള്ള കണ്ടീഷൻ. പക്ഷെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അത് 1-2% ഈ ആകെയുള്ള ഹൈഡ്രോനെഫ്രോസിസിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. ബിക്കോസ് അത് അത്രയും ഡാമേജിങ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അത് അത്ര കോമൺ അല്ല. പക്ഷെ അത് മിസ്സായി കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ കോസ് എ പ്രോബ്ലം. കാരണം അതിനൊക്കെ പ്രത്യേക ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മളത് അങ്ങനത്തെ ഒരു ചേഞ്ചസ് ആൻറ്റിനേറ്റൽ സ്കാനിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ കാര്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യും. ചിലപ്പോൾ ആ ബേബി നമ്മൾ ഏർലി ഡെലിവറി ചെയ്ത് ചിലപ്പോൾ നമ്മൾ ആ ഒരു വാൽവ് എന്ന് പറയും, ആ വാൽവ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കേണ്ട ഒരു സർജറി, ഒരു അബ്ലേഷൻ എന്ന് പറയും. നമ്മളതൊരു ക്യാമറ ഇട്ട് നമ്മൾ ആ യൂറിൻ ഒഴിക്കുന്ന ഭാഗത്തൂടെ പോയിട്ട് ആ ബ്ലോക്കിനെ പൊട്ടിച്ചു കൊടുക്കുന്ന ഒരു കണ്ടീഷൻ, അതാണ് ഒരു കണ്ടീഷൻ വരുന്നത്. ഇത് പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറയും. അതിലും ഹൈഡ്രോനെഫ്രോസിസ് വരാം, പക്ഷേ പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം. പിന്നെയാണ് ഈ റിഫ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് പെൽവിയൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. അതാണ് നമ്മൾ ആ കിഡ്നിന്ന് ഒരു പെൽവിസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് യൂറിൻ വരിക, എന്നിട്ട് ഒരു ട്യൂബ് വഴിയാണ് ഇത് ബ്ലാഡറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ പെൽവിസിൻ്റെയും യൂറിറ്ററിൻ്റെയും ജംഗ്ഷനിൽ ചിലപ്പോൾ കഞ്ചനറ്റലായിട്ടൊരു സ്റ്റിനോസിസ് വരാം. കാലക്രമേണ അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ യൂറിൻ കിഡ്നിയിൽ ഇങ്ങനെ കെട്ടി അത് ഹൈഡ്രോനെഫ്രോസിസ് കൂടി വന്നിട്ട് കിഡ്നീനെ തിൻഡ് ഔട്ട് ആക്കിയിട്ട് അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കാം. പിന്നെ ഉള്ളത് യൂറിറ്ററിൻ്റെ അവിടെയുള്ള ബ്ലോക്കാണ്. അതും ഇതേപോലെ തന്നെയാണ്, പക്ഷേ ബ്ലോക്ക് മുകളിലല്ല താഴെയാണെന്ന് മാത്രം. അതും നമ്മൾ താഴെ ഒരു റീപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഉള്ളത് 2 ഇരിക്കുന്നുണ്ടാവും കിഡ്നി, അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടാവും. ഡ്യൂപ്ലക്സ് എന്ന് പറയും, 2 ഹാഫായിട്ട് ഇരിക്കുന്ന കണ്ടീഷൻ. അപ്പം അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണാൻ വരുന്ന പേഷ്യൻസ് പൊതുവെ ലേറ്റ് ആയിട്ട് വരുന്ന കാര്യം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു 2-2.5 വയസ്സാകുമ്പോഴാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിലേ വരുന്നത്? അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ടാണോ? മോസ്റ്റ്ലി അവയർനെസ്സിൻ്റെ കുറവുകൊണ്ടാണ്. പീഡിയാട്രീഷ്യൻസിന് ഓൾമോസ്റ്റ് അറിയാം. ഒരുപക്ഷെ ഒരു ജനറൽ പ്രാക്ടീഷണർ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവരെ സംബന്ധിച്ചോളം അഡൽട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലെ തന്നെ ഈ ബേബിനെ ട്രീറ്റ് ചെയ്ത് വിടുന്നു. 3-4 പ്രാവശ്യം വരുന്നുണ്ടാവും. അത് അപ്പുറത്തെ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് മാറി നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ. അപ്പോൾ ഇതെന്താ വെച്ചാൽ റെഫർ ചെയ്യുന്ന പീഡിയാട്രീഷ്യൻ അവിടെ അവർക്ക് വിവരമില്ല എന്നുള്ളതാണ് പേഷ്യൻസ് വിചാരിക്കുന്നത്. 2 പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നു, അത് മരുന്ന് കൊടുത്ത് മാറി, എന്നിട്ട് സർജൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുന്നു. അവിടെ അവർ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കും. അപ്പോൾ അവിടെ സ്റ്റിഗ്മ പ്രശ്നമാണ്. അവിടെയാണ് ഈ പറയുന്ന അവയർനെസ്സിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പം നമുക്ക് അറിയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കാണുന്ന അടുത്തൊരു വിഷമകരമായ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഹൈഡ്രോനെഫ്രോസിസ് കുറച്ച് കൂടിയിട്ടുണ്ടാവും 3rd trimester സ്കാനിൽ. മോസ്റ്റ്ലി പറഞ്ഞിട്ടുണ്ടാവും ഇത് സർജറി വേണ്ട സൈസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. 80% ഓഫ് ദ ഹൈഡ്രോനെഫ്രോസിസ് വിൽ സബ്സൈഡ്, ഓൺലി ദിസ് 20% നീഡ്സ് റിപ്പയർ. അപ്പോൾ നിങ്ങളുടെ അയൽവാസികളോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഇത് തന്നെ മാറിയിരിക്കാനാണ് സാധ്യത. ഫൈനൽ എന്തുണ്ടാവും? ഒന്നെങ്കിൽ വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനായിട്ട് നമ്മുടെ അടുത്ത് വരും.
നമ്മൾ ഇതുപോലെ 2 വയസ്സിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അന്ന് 15 മില്ലിമീറ്റർ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു 20 മില്ലിമീറ്ററിനും 15 മില്ലിമീറ്ററിൻ്റെ ഇടയിലാണ് ഞങ്ങൾ സർജിക്കൽ കറക്ഷൻ കൊടുക്കുക. അത് 25-30 ആയിട്ടുണ്ടാവും. കിഡ്നിയുടെ തിക്നെസ് കുറഞ്ഞ് അവസാനം ഫംഗ്ഷൻ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾ വന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഇൻ്റർവെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് കിഡ്നിനെ രക്ഷിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ അതുകൊണ്ട് എല്ലാം സർജിക്കലി അല്ല, പക്ഷേ എല്ലാ ബേബീനെയും ഫോളോ അപ്പ് ചെയ്താലേ സർജറി ചെയ്യേണ്ട ബേബീസിന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഡോക്ടർ, ഈ ഹൈഡ്രോനെഫ്രോസിസ് കണ്ടീഷനിൽ മാത്രമല്ലല്ലോ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്, വേറെ കണ്ടീഷൻസും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക, പ്രോബ്ലംസ് ആയിട്ടാണ് വരിക? അതിൽ ഒന്ന് ബോയ്സിലാണ് കോമൺ ആയിട്ട് കാണാറ്. അവർ ആ സ്കിൻ ഹൈജീൻ പ്രോപ്പറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരാം. അതായത് അവരൊരു 5 years ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബോയ്സിനോട് ഡെയിലി ആ സ്കിന്ന് റിട്രാക്ട് ചെയ്ത് കുളിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാൻ പറയണം. ഇല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് ദാറ്റ് ക്യാൻ മൈഗ്രേറ്റ് ടു ദ ബ്ലാഡർ ആൻഡ് ദെൻ ദാറ്റ് ക്യാൻ കോസ് യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ അത് മെയിൽസിൽ നമ്മളെപ്പോഴും ഒരു ഏജ് കഴിഞ്ഞാൽ കുട്ടികളെ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. 3.5 to 5 years വരെ അത് നോർമലാണ് ബാക്കിൽ പോകുക. അപ്പോൾ ആ സമയത്ത് ഫോഴ്സ് ചെയ്യണ്ട. പക്ഷേ 5 years ഒക്കെ കഴിയുമ്പോൾ തന്നെ നമ്മളൊരു 5 to 6 years ആകുമ്പോഴേക്കും സ്കിൻ കട്ട് ചെയ്യേണ്ട ടൈപ്പ് സ്കിൻ ആണോ അല്ലേ എന്നുള്ളത് പാരൻസിന് ഒരു ഐഡിയ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മളൊരു 5 years തൊട്ട് ട്രൈ ചെയ്യുക. 6 years ആയിട്ടും ശരിയായില്ലെങ്കിൽ യു ഗോ ആൻഡ് മീറ്റ് പീഡിയാട്രിക് സർജൻ ഓർ പീഡിയാട്രിക് യൂറോളജിസ്റ്റ്. ദാറ്റ് ഈസ് ഫോർ ദ ബോയ്സ്. ഗേൾസിൽ ഇനി ഇതുപോലെ വരാവുന്നൊരു കണ്ടീഷനാണ്. അത് നമ്മൾ സാധാരണ സ്കൂൾ ഗോയിങ് ഗേൾസിലാണ് ഇത് വരിക. ബിക്കോസ് ഒരു 5 to 6 years ഒക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് പ്രൈവസി ഇഷ്യൂസും ബാത്റൂമിലുള്ള ഹൈജീനും കാര്യങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവരെന്തെന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വട്ട് ദേ വിൽ ഡു ഇസ് ഹൈജീൻ അല്ല, തിരക്കാണ്, ഹോംവർക്ക് ചെയ്യാനുണ്ട്, ഈ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ദേ വിൽ സ്റ്റാർട്ട് പോസ്റ്റ്പോണിങ് യൂറിനേഷൻ. അപ്പോൾ വൺസ് ദേ സ്റ്റാർട്ട് മിസ്യൂസിങ് ദെയർ ബ്ലാഡർ അല്ലെങ്കിൽ സ്പിൻറ്റർ, അതായത് എനിക്ക് എൻ്റെ വോളണ്ടറി കൺട്രോൾ ഉപയോഗിച്ച് യൂറിനെ പോസ്റ്റ്പോൺ ചെയ്യാമെന്ന് ഒരു ഗേൾ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്റ്റാർട്ട് ഓഫ് എ വിഷ്യസ് സൈക്കിൾ. നിങ്ങളൊരു ലൂപ്പിലോട്ട് കയറി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബിക്കോസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മോഷനെയും ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷനായി മാറും. അവസാനം ബവൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു, അത് രണ്ടും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ബ്ലാഡർ അബ്നോർമലാകുമ്പോൾ ബവലും അബ്നോർമലാവും. അപ്പോൾ രണ്ടും തമ്മിൽ ഇഷ്യൂസ് വന്നിട്ട് ഇതുപോലെ അവർക്ക് ഈ പറയുന്ന പോലെ കുറേ ഇവർ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറിൻ ഇങ്ങനെ കുറേ ഇങ്ങനെ പിടിച്ച് ലാസ്റ്റ് ആകുമ്പോൾ പതുക്കെ ട്രിക്കിൾ ചെയ്ത് ഇത് യൂറിത്രയിലോട്ട് പതുക്കെ കുറച്ചിറങ്ങും. അതിൻ്റെ അടിയിലാണ് സ്പിൻഡർ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ സെൻസേഷൻ വരുമ്പോൾ തന്നെ ഇവ ഹോൾഡ് ചെയ്യും. അപ്പോൾ അവിടെയുള്ള ബാക്ടീരിയനെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇത് തിരിച്ച് ബ്ലാഡറിലോട്ട് പമ്പ് ചെയ്യും. ഇതൊരു മൾട്ടിപ്പിൾ ടൈംസ് വരുമ്പോഴേക്കും ഈ ബ്ലാഡറിൻ്റെ ഉള്ളിൽ ഓൾറെഡി കളക്റ്റഡ് യൂറിനാണ്, അതിലേക്ക് ഈ ബാക്ടീരിയ വരും. അങ്ങനെ അത് ബാക്ടീരിയ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ബ്ലാഡറിനെ ഇൻഫെക്റ്റഡ് ആകും. അപ്പോഴാണ് ഈ ക്രോണിക് സിസ്റ്റൈറ്റിസ്, കുട്ടികൾക്ക് അടിവയറ്റിൽ വേദന, പുകച്ചിൽ, ബേണിങ് സെൻസേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ട്രീറ്റ് ചെയ്താലും മാറില്ല. ബിക്കോസ് അവരുടെ ഹാബിറ്റ് മാറ്റുന്നില്ല. നമ്മൾ ഡോക്ടറെ കാണുന്നു, മരുന്ന് കൊടുക്കുന്നു, മാറുന്നു, വീണ്ടും കുട്ടി തന്നെയല്ലേ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ഓൾവേസ് വി ഹാവ് ടു ബി കെയർഫുൾ. ബിക്കോസ് സ്കൂളിൽ പോകുമ്പോൾ ഇവർ വെള്ളം കുടിക്കുന്നുണ്ടോയെന്നും കറക്റ്റായിട്ട് 2.5 മണിക്കൂറിൽ ബ്ലാഡറിനെ സൈക്കിൾ ചെയ്ത് കളയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ മോഷനും കറക്റ്റായിരിക്കും. നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുക, പച്ചക്കറികളൊക്കെ കൊടുക്കുക, അതെല്ലാം ചെയ്യുക. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിയോ? അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ബ്ലാഡർ ഇതിൻ്റെ നോർമൽ ഡൈനാമിക്സ് മാറും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷേഴ്സ് വേരിയേഷൻ വരാൻ തുടങ്ങും. കാരണം ഇത് എപ്പോഴും ഇതിങ്ങനെ ഫുള്ളായിരിക്കുകയല്ലേ. അപ്പോൾ പതുക്കെ ഈ പറയുന്ന ഹൈഡ്രോനെഫ്രോസിസ് ഡെവലപ്പ് ചെയ്യും. ഏത് കൺജനിറ്റലി പ്രശ്നമില്ലാത്ത കുട്ടിയാണ് നിങ്ങൾ ആലോചിക്കണം. നോർമൽ യൂറിനറി ട്രാക്ട് ഉള്ള ഒരു കുട്ടി മിസ്യൂസ് ചെയ്ത് അവസാനം ഹൈഡ്രോനെഫ്രോസിസ് ആവും, റിഫ്ലക്സും ഡെവലപ്പ് ചെയ്യും. ബിക്കോസ് ഈ പ്രഷർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ഈ യൂറിറ്റർ വന്നിട്ട് ബ്ലാഡറിലോട്ട് ഇറങ്ങുന്ന ജംഗ്ഷൻ അബ്നോർമലായി പോകും. ഇപ്പോൾ നമ്മളെല്ലാം വെസ്റ്റേൺ ടോയ്ലറ്റ്സ് ആയി കഴിഞ്ഞു. ഇന്ത്യൻ ടോയ്ലറ്റാണ് ഐഡിയൽ. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾ കാല് ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ടോ നോക്കുക, ഒരു സ്റ്റൂൾ സപ്പോർട്ട് കൊടുക്കുക, ബവൽ എംപ്റ്റി ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇരിക്കുമ്പോൾ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തൈസിൽ സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പെരിനിയം റിലാക്സ് ആവില്ല, മോഷൻ കറക്റ്റായിട്ട് പോകില്ല. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അകത്തി വെച്ചിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറയാം. കാരണം അതിൻ്റെ ഇടയിലൊക്കെ യൂറിൻ ഇരുന്ന് കഴിഞ്ഞാൽ അതും വജനൻ്റെ ഉള്ളിലൊക്കെ ചബ്ബി ഗേൾസ് ആണെങ്കിൽ അവർ കാലടുപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ യൂറിൻ ഇരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻ. ബോയ്സ് അതുപോലെ തന്നെ യൂറിൻ ഒഴിച്ച് കഴിഞ്ഞാൽ സ്കിൻ പ്രോപ്പർലി റിട്രാക്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിലും ദാറ്റ് ക്യാൻ കോസ് ഇഷ്യൂ. അപ്പോഴാണ് ഈ അറിയാതെ യൂറിൻ പോവുക, പിന്നെ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ബാത്റൂംസൊക്കെ ചെക്ക് ചെയ്തിട്ട് ടീച്ചറിനോടും പറഞ്ഞ് അത് മേക്ക് ഷുവർ ദാറ്റ് അവരെല്ലാ ഇൻ്റർവെൽസിലും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അഡിക്വേറ്റായിട്ട് ഹൈഡ്രേറ്റും ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാക്കുക. ഞാൻ ഒ പിയിൽ കേൾക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇത് എങ്ങനെയാണ് ഡോക്ടറെ അറിയാൻ പറ്റും? ഒറ്റത്രയുള്ളത് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഇതിനാകെ ഹൈഡ്രോനെഫ്രോസിസിന് ഒറ്റ ഇതേയുള്ള അൾട്രാസൗണ്ട് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10 നിന്ന് അത് 15 20 പോകുന്നതിന് കുട്ടിക്ക് ഒരു സിംറ്റംസും ഉണ്ടാവില്ല.
അത് അൾട്രാസൗണ്ട് റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ പറയുന്ന പോലെ 3 മാസത്തിലോ 6 മാസത്തിലോ ഒരിക്കൽ വന്ന് ഇടയ്ക്ക് ഇത് ചെയ്ത് നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മാറിപ്പോകുന്ന വരെ നമ്മൾ ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. എന്ന് ഡോക്ടർ നിർത്താൻ പറഞ്ഞാൽ അപ്പോഴേ നിർത്താൻ പാടുള്ളൂ. നമ്മളായിട്ട് സ്വയം തീരുമാനമായിട്ട് നിർത്തരുത്. അതുപോലെ തന്നെയാണ് യൂറിനറി ഇൻഫെക്ഷൻ. നമുക്കറിയില്ല നമ്മുടെ ബേബിക്ക് ഇതുകൊണ്ട് അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷേ സെൽഫ് ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്. വലിയ കുട്ടികൾക്ക് ഞാൻ പിന്നെയും കുറച്ച് ഒന്ന് കണ്ണടയ്ക്കും, പോട്ടെ, കുറച്ചും കൂടിയൊക്കെ നമുക്ക് നോൺ ഈ പറയുന്ന കഞ്ചനിറ്റൽ കോസുകളായിരിക്കാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വെള്ളം കൂടിയും അതൊക്കെ ചെയ്താൽ ചിലപ്പോൾ ശരിയാണ്. പക്ഷേ ഒരിക്കലും ഈ ചെറിയ ബേബീസിൽ നമ്മൾ പരീക്ഷിക്കരുത്. പിന്നെ പാമ്പേഴ്സ് യൂസ്, അതിപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, മാറ്റാൻ പറ്റും. ഇപ്പോൾ അത് പീഡിയാട്രിക്സിൻ്റെ മെയിൻ ബുക്കുകൾ പോലെ അത് വന്നു തുടങ്ങി. പാമ്പേഴ്സ് യൂസും ഒരു കോസ് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ ആണ്. പ്രോപ്പർ ഹൈജീനിക് യൂസ് ഓഫ് ചേഞ്ച് ഓഫ് പാമ്പേഴ്സ്. പെൺകുട്ടികൾക്കാണ് ഒരു ഇത്രയും കൂടി കൂടുതൽ, ബിക്കോസ് അവർക്ക് യൂറിത്ര എന്ന് പറയുന്ന ട്യൂബ് ഇത്തിരി ചെറുതാണ്, മോഷൻ്റെ ഓപ്പണിങ്ങും വളരെ അടുത്താണ്, അപ്പോൾ കണ്ടാമിനേഷൻ ഈസിയാണ്. അതുകൊണ്ടാണ് ബോയ്സിന് അത്ര ഇത് വരാത്തത്. പക്ഷേ ഗേൾസിന് ചെറിയ ഇതിൽ പാമ്പർ ഇഷ്യൂസ് കുറച്ചും കൂടി ഗേൾസിലാണ് കോമൺ. വൺസ് യു ആർ ബ്രാൻഡഡ് ആസ് എ UTI കിഡ്, അത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അങ്ങനെ നിങ്ങൾ അത് ആരെന്ത് ചെയ്താലും ഞങ്ങളെ സംബന്ധിച്ചോളം പിന്നെ അത് ആ കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു, അടുത്ത ഇൻഫെക്ഷൻ എൻ്റെ അടുത്ത് വരുമ്പോൾ അത് റിക്കറൻറ്റ് ഇൻഫെക്ഷനായി. അപ്പം ഞാൻ എൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ റുട്ടീൻ മാത്രം ചെയ്യരുത്. പ്രോപ്പർ കളക്ഷൻ സാമ്പിൾ, പ്രോപ്പർ ഡോക്ടറെ കാണുക, എന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് സർജറി കറക്ഷൻ വേണമെന്നില്ല ഇൻഫെക്ഷന്. ചില കുട്ടികൾക്ക് വെറുതെ സർക്കംസിഷൻ മാത്രം ചെയ്താൽ മതിയായിരിക്കും. ചില കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ റിഫ്ലക്സിന് തന്നെ ചിലത്, അതാണ് ഒരു കാര്യമുള്ളത്, ഈ ഗ്രേഡിംഗ് ഉണ്ട്. 5 ഗ്രേഡ് ഓഫ് റിഫ്ലക്സ് ഉണ്ട്. അതിൽ ഒരു 2 ഗ്രേഡ് വരെ തന്നെ മാറും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും സർജറി വേണ്ട. പക്ഷേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ നൈറ്റിലൊരു ചെറിയ ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ 1 വയസ്സ് വരെ കൊടുക്കും, അല്ലെങ്കിൽ 2-3 വയസ്സ് വരെ കൊടുക്കും. ഇപ്പോൾ ഗ്രേഡ് 4-5 ആണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ സർജറിയിലോട്ട് പോകേണ്ടി വരും, കിഡ്നിയുടെ ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോള്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് റിഫ്ലക്സ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ അല്ലേ പോട്ടെ, അടുത്ത ഇൻഫെക്ഷൻ അല്ലേ പോട്ടെ, അടുത്ത ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോഴേക്കും കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കി വരുമ്പോഴേക്കും താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവാലുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കഞ്ചനിറ്റൽ കണ്ടീഷൻസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കും. ഇതൊരു കംപ്ലീറ്റ്ലി ക്യൂറബിൾ കണ്ടീഷൻ അല്ലേ ഡോക്ടർ, ഈവൻ ദോ ബർത്തിലുള്ളതാണെങ്കിലും? അതാണ് ഇതിൽ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും നമുക്ക് ക്യൂറബിൾ ആണ്. അത് പല ഗ്രേഡിങ്ങിൽ വരാം. പക്ഷേ ഒരുവിധം ഇപ്പം ഞാൻ പറഞ്ഞ ചില ഇപ്പോൾ ഈ പോസ്റ്റ് യൂറിത്രൽ വാൽവ് ആണ് ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ. അത് വളരെ ബാഡായിട്ട് ഏർലി പ്രസൻറ്റേഷൻ ആണെങ്കിൽ ഒരുപക്ഷെ റീനൽ ട്രാൻസ്പ്ലാന്റേഷനിലേക്കൊക്കെ ചിലപ്പോൾ പോകാറുണ്ട്. അത് അങ്ങനെയാണ്. അത് കിഡ്നിയുടെ ഡെവലപ്മെൻറ്റിലും കുറച്ച് പ്രശ്നം ഉണ്ടാവും ഈ പോസ്റ്റ് യൂറിത്രൽ വാൽവിൽ. ബാക്കിയുള്ള കണ്ടീഷൻസൊക്കെ യൂണിലാറ്ററലാണ്, ഒരു സൈഡിൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേ കിഡ്നി മോസ്റ്റ്ലി വിൽ ബി നോർമൽ. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ കംപ്ലീറ്റ്ലി ക്യൂറബിളാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പോൾ ദൈവം ഒരു അനോമലി തരുന്നു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അനോമലി എന്തായാലും ബേബിക്ക് വരണമെന്ന് നമ്മളെപ്പോഴും പറയും. സേഫായിട്ട് പറയുന്നത് PUJ എന്ന് പറയും, ഈ പെൽവിയൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ, ആ മുകളിൽ വരുന്ന ബ്ലോക്ക്. അത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് അത് കറക്റ്റ് ടൈമിൽ ഇൻ്റർവ്യൂൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മളൊരു ലാപ്രോസ്കോപ്പിക് പൈലോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ബേബി വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. ഈവൻ റീഇംപ്ലാന്റേഷൻ ആണെങ്കിലും താഴെയുള്ള വെസിക്യൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും മോസ്റ്റ്ലി ക്യൂറബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു, അതാണ് നമുക്ക് വിഷമം വരുന്ന കാര്യം. കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ പ്രൊട്ടക്ട് ദ കിഡ്നി. നമ്മളിത് ഫൈനലി ആരെയാണ് സേവ് ചെയ്യുന്നത്? കിഡ്നീനെയാണ്. പക്ഷെ അത് കറക്റ്റ് ടൈമിൽ നമ്മുടെ അടുത്ത് വന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് ആ ഒരു 15-20 മില്ലിമീറ്റർ ഹൈഡ്രോനെഫ്രോസിസ് ബ്ലോക്ക് നിൽക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് 30 ആവണേക്കാളും മുമ്പ് നമുക്കത് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് 40 മില്ലിമീറ്റർ ആയിട്ടാണ് ബേബി വയറുവേദനയായിട്ട് ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അപ്പോഴേക്കും കിഡ്നിയുടെ തിക്നെസ് അതുപോലെ 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ ആയിട്ടുണ്ടാവും. ആ പ്രഷർ കിഡ്നിയിലോട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഇറിപ്പയറബിൾ ആയിരിക്കും. ഞങ്ങൾക്ക് പിന്നെ അത് ഫർദർ ഡിറ്ററേഷൻ പ്രിവെൻറ്റ് ചെയ്യാനേ സർജനെ കൊണ്ട് കാര്യമുള്ളൂ. ഡാമേജ് ഞങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ലേറ്റ് ആയി. അപ്പം അതാണ് ഇതിലത്തെ കാര്യം. കറക്റ്റ് ടൈമിൽ പേടിച്ചിരിക്കാതെ ഞങ്ങളുടെ അടുത്ത് വരിക. 15-20% ഉള്ളൂ സർജറി ചെയ്യണം. അതാണ് ഏറ്റവും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്. ഈ ഹൈഡ്രോനെഫ്രോസിൽ ആകെ 15-20% ഉള്ളൂ സർജറി. പക്ഷെ അത് ആരാന്ന് നമുക്കറിയില്ല. അതാണ്. അപ്പോൾ പിന്നെ എല്ലാവരെയും സ്ക്രീൻ ചെയ്തേ പറ്റൂ. നമ്മൾ അഗ്രസീവായിട്ട് പോയേ പറ്റൂ, ബിക്കോസ് അവർ തുടങ്ങുന്നേ ഉള്ളൂ ലൈഫ്. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു കുറ്റബോധമായിട്ട് നിൽക്കും. ബിക്കോസ് ഞാൻ എൻ്റെ കുട്ടീനെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർ തന്നെ പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, മദേഴ്സ്, ഡോക്ടർ ഞാനിത് 6 മാസം മുമ്പ് കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലേ? ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്, ബിക്കോസ് അത് നമ്മൾ ബേബീസിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. ഡോക്ടർ, അപ്പം പാരൻസിൻ്റെ അടുത്ത് ഡോക്ടറിന് പറയാനുള്ള, നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള പാരൻസിൻ്റെ അടുത്ത് ഡോക്ടറിന് പറയാനുള്ള മെസ്സേജ് എന്താണ് ആസ് എ യൂറോളജിസ്റ്റ്? അത് ആസ് എ പീഡിയാട്രിക് യൂറോളജിസ്റ്റ് അല്ല, ആസ് എ പീഡിയാട്രിക് സബ് സ്പെഷ്യലിസ്റ്റ് ഹു ഈസ് ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ,
അത് എൻ്റെ മാത്രമല്ല, ഏത് സബ് സ്പെഷ്യാലിറ്റിയിലാണെങ്കിലും നിങ്ങൾ ഒന്നാമത് നിങ്ങൾ ഡോക്ടർമാരെ പേടിക്കരുത്. ഞങ്ങൾ നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ പോലെ തന്നെ, ഞങ്ങളുടെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ നോക്കണം. എല്ലാവർക്കും ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സർജറിക്ക് നമ്മൾ കയറുമ്പോൾ വി ആർ ഓൾസോ സ്ട്രെസ്ഡ് ഔട്ട്. ബിക്കോസ് എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോളോ അവിടെ കിടക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ അവരെ നോക്കുന്നത്. അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതേ വിഷമം ഞങ്ങൾക്കും വരും. ഞാനൊരു കുട്ടീനെ എനിക്ക് 6-7 മാസം മുമ്പ് എനിക്ക് രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് കുറച്ചും കൂടി നന്നായി ചേർക്കാമെന്നുള്ളൊരു തോന്നൽ എനിക്കും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാരൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കണ്ടീഷൻസ് വന്നു. എല്ലാവർക്കും എല്ലാം ഇപ്പം എൻ്റെ വിഷമമായിരിക്കില്ലല്ലോ വേറൊരാളുടെ വിഷമം. അപ്പോൾ ആ കുട്ടിക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ആദ്യം ഫസ്റ്റ് യു ആക്സെപ്റ്റ് ഇറ്റ്. അതായത് എൻ്റെ കുട്ടിക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനെപ്പറ്റി കൂടുതൽ അറിയുക, അതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല, അപ്പോൾ അത് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് അത് ഉപദേശം തരിക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഇങ്ങനെ ചെയ്യേണ്ടതാണോ. പിന്നെ ഈച്ച് ബേബി ഈസ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ നൈബറിൻ്റെ കുട്ടിക്കും ഇതേ കണ്ടീഷൻ, ഇപ്പോൾ ഹൈഡ്രോനെഫ്രോസ് എക്സാമ്പിൾ, ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ആ നൈബർ കുട്ടിക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടാവും, നിങ്ങളുടെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടാവും, നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് തന്നെ മാറിപ്പോയിട്ടുണ്ടാവും. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ആ കുട്ടി ആയിരിക്കാം സർജറി വേണ്ട ഹൈഡ്രോനെഫ്രോസിസ്, അല്ലെങ്കിൽ സർജറി വേണ്ട യൂറിനറി ഇൻഫെക്ഷൻ. ആ ഒരു അവയർനെസ് ഉണ്ടാവുക. പിന്നെ പേടിച്ചിരുന്ന് ട്രീറ്റ്മെൻറ്റ് വൈകിക്കരുത്. അതായത് അപ്പോൾ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് മാൻ എന്ന് പറയണത് ഇതിൽ കറക്റ്റാണ് പീഡിയാട്രിക് കാര്യങ്ങളിൽ പ്രത്യേകിച്ച്. അതിന് ബിക്കോസ് ദേ ഹാവ് ടു ലിവ് വിത്ത് ദിസ് ഫോർ ദർ എൻറ്റയർ ലൈഫ് ടൈം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഡോക്ടേഴ്സിനും ഉണ്ടാവും, പാരൻസിനും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.